ചർച്ച നടന്നപ്പം അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവ് CPM-ന്റെ നേതാവ് പറഞ്ഞത് ഇവിടെ ഒരു ഔട്ട്ലെറ്റ് തുടങ്ങണമെന്ന, ജനങ്ങൾ കൂടുന്നിടത്തൊക്കെ ഔട്ട്ലെറ്റ് തുടങ്ങണം. ഓൺലൈൻ മദ്യഷാപ്പുകൾ നിങ്ങൾ വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾക്ക് മദ്യം വീട്ടിലെത്തും. അപ്പൊ മദ്യം ഇല്ലാതാക്കാനല്ല ശ്രമിച്ചത്. ബഹുമാനായ CV-യും ഈ പരിപാടി അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി വരുന്നുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അങ്ങനെ നിരവധി സംഭവങ്ങൾ, ഒന്നോ രണ്ടോ കേസല്ല, ഒരു പറഞ്ഞ വാക്കും പാലിച്ചില്ല. ഇവിടുത്തെ പാവപ്പെട്ട പെൻഷൻ വാങ്ങുന്ന അമ്മമാരോട് സഹോദരിമാരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ 2500 രൂപ തരും. എത്ര കൊല്ലം മുമ്പ് പറഞ്ഞതാണ്? 2500 രൂപ തരും എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന്റെ ഒരാഴ്ച മുമ്പ് പത്രസമ്മേളനം നടത്തിയിട്ട് പറയാണ് നിങ്ങൾക്ക് 2000 തരാം. എന്നിട്ട് KT ജലീലിന്റെ ഒക്കെ പ്രസംഗം കേട്ടില്ല നിങ്ങൾ? എന്ത് തോന്നിയാസാണ് ഈ പറയുന്നത്? പെൻഷനും വാങ്ങി നടന്നിട്ട് CPM-നെ കുറ്റം പറയുന്ന, എന്റെ ജലീലെ ആരുടെ തറവാട്ടെന്നാണ് ഈ തരുന്നത്? പിണറായി വിജയന്റെ ഓതി വിറ്റ് അവിടുന്ന് കിട്ടിയ പൈസ പെൻഷനായിട്ട് കൊടുക്കുകയാണോ? ഇവിടുത്തെ പാവങ്ങൾക്ക് നിങ്ങൾ പിരിക്കുന്ന നികുതി പണം ഈ ഗവൺമെന്റ് എന്ന് പറയുന്ന ജനങ്ങളുടേതാണ്. ആ ജനങ്ങൾക്ക് നിങ്ങൾ ആകെ കൊടുക്കുന്ന ഈ പണത്തിന്റെ പേരിൽ വരെ ജനങ്ങളെ നിങ്ങൾ ചീത്ത പറയാ. നിങ്ങൾ 2000 കൊടുക്കുന്നത് കൊണ്ട് നിങ്ങൾ അയ്യപ്പന്റെ പൊന്നു വെക്കുന്നത് ഞങ്ങൾ മറച്ചു വെക്കണോ? നിങ്ങൾ 2000 കൊടുക്കുന്നത് കൊണ്ട് കേരളത്തിൽ നിങ്ങൾ കാണിക്കുന്ന എല്ലാ തോന്നിവാസത്തിനും ഞങ്ങൾ കൂട്ടുനിൽക്കണം? നിങ്ങൾ 2000 കൊടുക്കുന്നു എന്ന് പറയുമ്പം ഈ നാട്ടിലെ ഏറ്റവും വലിയ ക്രിമിനലായ കൊടുസുനിക്ക് കള്ള് വാങ്ങി കൊടുക്കുന്ന പോലീസിനെ ഞങ്ങൾ ന്യായീകരിക്കണം? പോലീസ് സേനക്കകത്ത് നിന്നുകൊണ്ട് തെമ്മാടിത്തരം കാണിക്കുന്ന ക്രിമിനൽ പോലീസുകാരെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തു പറയണോ? നിങ്ങൾ പറ. ഒരു ജനാധിപത്യത്തിൽ വിയോജിക്കാനുള്ള അധികാരമുണ്ട് ജലീലെ. ജനാധിപത്യ സംവിധാനത്തിൽ വിയോജിക്കാനുള്ള അധികാരം ഉണ്ടെന്ന് മാത്രമല്ല, ജനങ്ങൾക്ക് പവർ ഉണ്ട്. ആ ജനങ്ങൾക്ക് ഞങ്ങൾ 400 രൂപ കൂട്ടിക്കൊടുത്തു എന്ന് പറഞ്ഞാൽ നമ്മൾ വായ അടയ്ക്കണമെന്നാണ് ഈ തമ്പുരാക്കന്മാർ കൽപ്പിക്കുന്നത്. പറഞ്ഞ വാക്കൊന്നും പാലിക്കാതെ, ജനങ്ങളുടെ ഉത്തരവാദിത്വവും നിർവഹിക്കാതെ ഞങ്ങൾ വലിയ വിപ്ലവം ഉണ്ടാക്കി എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷ ഗവൺമെന്റിനെ തിരിച്ചറിയാൻ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് സാധിക്കണം. ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞ ഗവൺമെന്റാണിത്. ആർക്കാ നിങ്ങൾ തൊഴിൽ കൊടുത്തത്? നിങ്ങൾ എവിടെയാണ് പുതിയ തൊഴിൽശാലകൾ ആരംഭിച്ചത്? എന്ത് വ്യവസായമാണ് നിങ്ങൾ കൊണ്ടുവന്നത്? നിങ്ങൾ കോഴിക്കോട്ടേക്ക് പോകുമ്പോൾ മാനാഞ്ചിറ ചുറ്റും, അപ്പൊ നിങ്ങൾക്ക് വലതു ഭാഗത്ത് കാണാം മനോഹരമായി കിടക്കേണ്ട ഒരു സ്ഥലം. ഒരുപക്ഷെ ഹാർട്ട് ഓഫ് സിറ്റി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ആ മാനാഞ്ചിറയുടെ തൊട്ടടുത്തുള്ള കോംട്രസ്റ്റ്. എത്ര കൊല്ലമായി ഒരു ശ്മശാന തുല്യമായി കിടക്കുന്നു. എന്താണ് എന്റെ പ്രിയപ്പെട്ട സഖാക്കളെ, നിങ്ങൾ ജനങ്ങളോട് പറ, എന്താണ് അതൊന്നും മെച്ചപ്പെടുത്തി 10 ആളുകൾക്ക് ജോലി കൊടുക്കാൻ കഴിയുന്ന ഒരു പരുവത്തിലേക്ക് അത് കൊണ്ടുവരാൻ കഴിയാത്തത്? നിങ്ങൾക്കതിന് കഴിയില്ലെങ്കിൽ അതിന്റെ കാരണം പറ. നിങ്ങൾ എത്ര കോടിയാണ് കടം വാങ്ങിയത്? EM ശങ്കരൻ നമ്പൂതിരിപ്പാട് മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള മന്ത്രിസഭ പതിറ്റാണ്ടുകൾ കേരളം ഭരിച്ചപ്പം മൊത്തം ഈ നാടിനുണ്ടായ പൊതുകടമെന്ന് പറയുന്നത് 1,71,4 ലക്ഷം കോടിയാണ്. 1,4 ലക്ഷം കോടിയാണ്. ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയ കോടി 3,4 ലക്ഷം കോടിയാണ്. എന്ത് ക്രിയേറ്റിവിറ്റിയിലേക്കാണ് നിങ്ങൾ ഇത് കൊണ്ടുവന്നത്? എന്ത് പ്രൊഡക്ടിവിറ്റിയാണ് ഇവിടെ നടന്നത്? നിങ്ങൾ കടം വാങ്ങിക്കോ, ഗവൺമെന്റ് കടം വാങ്ങേണ്ടി വരും. കടം വാങ്ങുന്ന ഗവൺമെന്റിനെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഗവൺമെന്റ് കടം വാങ്ങേണ്ടി വരും. കടം വാങ്ങിയ പണം നിങ്ങൾ എന്തിനു വേണ്ടിയാണ് വിനിയോഗിച്ചത്? നിങ്ങൾ പുതിയത് എന്താണ് ഇവിടെ ആരംഭിച്ചത്? നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യവസായ സ്ഥാപനം ആരംഭിച്ചോ? ഒരു പുതിയ സംരംഭം നിങ്ങൾ തുടങ്ങിയോ? ഏതെങ്കിലും ഒരു പുതിയ പദ്ധതിയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞോ? ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തുടങ്ങി വെച്ചതിന്റെ പൂർത്തീകരണം ചിലതൊക്കെ നടത്തിയപ്പം എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ ഇതൊക്കെ ഞങ്ങളാണെന്ന് പറഞ്ഞ് നടക്കുകയല്ലേ? വിഴിഞ്ഞം പദ്ധതി ആരാണ് അതിന്റെ ആസൂത്രകൻ? ആരാതിന്റെ നൂലാമാലകൾ തീർത്തത്? അതിന്റെ പരിപൂർണതയിൽ എത്തിച്ചതാരാണ്? അതിന്റെ പരിപൂർണതയിൽ എത്തിക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തതാരാ? ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയാണ്. പക്ഷെ അവസാനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനാധിപത്യത്തിൽ 5 വർഷം കഴിഞ്ഞാൽ ജനം വീണ്ടും വിധിയെഴുതും. ആ വിധിയെഴുത്തിൽ ഐക്യ ജനാധിപത്യം കൊണ്ട് പുറത്തായി. അപ്പൊ നിങ്ങൾ വന്നു. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് പൂർത്തീകരിക്കാന്നുള്ളത്. ആ ചടങ്ങിൽ പോലും നിങ്ങൾ ജീവിച്ചിരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട അന്നത്തെ പ്രധാനപ്പെട്ട അതിന്റെ ആളുകളായിരുന്നവരെ പോലും നിങ്ങൾ അപമാനിക്കുകയാണ് ചെയ്തത്. അപ്പൊ നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. എത്ര പദ്ധതികളാണ് നടപ്പിലാക്കാനുള്ളത്? കേരള സ്റ്റീൽ കോംപ്ലക്സ് എത്ര ഏക്കർ സ്ഥലമാണ്? അത് വലിയ മുതലാളിമാർക്ക് വിറ്റിരിക്കുകയാണ്. കേരളത്തിൽ കോഴിക്കോട്ട് ജില്ലയിലെ 1-2 കാര്യങ്ങൾ മാത്രമല്ല, എല്ലായിടങ്ങളിലും തഥൈവ ഇത് തന്നെയാണ് തുടരുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു വീക്ഷണമില്ല, ഒരു കാഴ്ചപ്പാടില്ല, ഒരു കൃത്യമായിട്ടുള്ള പ്രൊജക്റ്റ് ഇല്ല.
ഒരു ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള രീതിയിലുള്ള ഒരു പെരുമാറ്റവും നിങ്ങളുടെ ഭാഗത്തുനിന്ന് കാണുന്നില്ല. ഇതിന് മാറ്റമുണ്ടാവണമെങ്കിൽ ജനങ്ങളെ അറിയുന്ന, ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന, ജനങ്ങളുടെ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുന്ന ഭരണാധികാരികൾ വാർഡിലുണ്ടാവണം, പഞ്ചായത്തിലുണ്ടാവണം, നിയമസഭയിലുണ്ടാവണം, സ്റ്റേറ്റിലുണ്ടാവണം, രാജ്യത്തുണ്ടാവണം. അങ്ങനെയുള്ള മുഖ്യമന്ത്രിമാർ നാട് ഭരിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ വിചാരിക്കരുത് ആദ്യത്തെ മുഖ്യമന്ത്രിയാണെന്ന്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ട്രഷറി നിയന്ത്രണം നിലനിൽക്കുന്നു കേരളത്തിൽ. 10 ലക്ഷത്തിന്റെ മേലെ മാറിക്കൊടുക്കാൻ കഴിയാത്ത സിറ്റുവേഷൻ ഉണ്ട്. പക്ഷെ മുഖ്യമന്ത്രിക്ക് പുതിയ 3ാമത്തെ കാറും വാങ്ങാൻ 1.5 കോടി കൊടുക്കാൻ സാധിക്കുന്നത് ഈ ജനത്തിന്റെ നികുതി പണത്തിൽ നിന്നാണ് എന്ന് ജലീലും ഈ 2000 കൊടുത്തപ്പം വലിയ വർത്തമാനം പറയുന്ന സഖാക്കളും മനസ്സിലാക്കണം. ക്ലിഫ് ഹൗസിനകത്ത് തൊഴുത്തുണ്ടാക്കാനും, തൊഴുത്തിനകത്ത് മ്യൂസിക് സിസ്റ്റം ഉണ്ടാക്കാനും, വീട്ടിനകത്ത് ലിഫ്റ്റ് ഉണ്ടാക്കാനും, നവകേരള യാത്രയ്ക്ക് വേണ്ടി ബസ് വാങ്ങി ആ ബസ്സിന്റെ അകത്ത് ലിഫ്റ്റിൽ കയറാനും നിങ്ങൾക്ക് കഴിയുന്നത് ഈ പാവങ്ങളിൽ പാവങ്ങളായ, പ്രയാസം അനുഭവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യന്റെ വിയർപ്പിന്റെ വിലയാണ് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് കഴിയണം. അവരോട് നിങ്ങൾക്ക് പ്രതിബദ്ധതയുണ്ട് എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവണം. അവരെ മനസ്സിലാക്കിക്കൊണ്ട് അവിടെ പ്രയാസങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെ കൂടെ നിൽക്കുക എന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെയുള്ള ഗവൺമെന്റ് ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ. ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ പറയട്ടെ, ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാം. നിങ്ങൾ 11-ാം തീയതി തെരഞ്ഞെടുപ്പിന് വേണ്ടി ബാലറ്റ് നിങ്ങൾ 11-ാം തീയതി നിങ്ങളുടെ കയ്യിൽ വന്നു ചേരും. ഡിസംബർ 11-ാം തീയതി നിങ്ങൾ വോട്ടെടുപ്പിൽ പങ്കെടുക്കും. ഓരോ ജനാധിപത്യ വിശ്വാസിയും നിങ്ങളുടെ മനസ്സിലേക്ക് 2 മുഖ്യമന്ത്രിമാർ വരണം. കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയനും ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയും. ഈ 2 മുഖ്യമന്ത്രിമാരെയും മനസ്സിൽ കണ്ടിട്ട് വേണം നിങ്ങൾ പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകാൻ. ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രി കേരളത്തിൽ നടപ്പിലാക്കിയ നിരവധി വികസന പ്രവർത്തനങ്ങളുണ്ട്, സാമൂഹ്യ വികസന പ്രവർത്തനങ്ങളുണ്ട്, ഒരുപാട് പരിഷ്കാരങ്ങളുണ്ട്. ഈ നാട്ടിന്റെ മുന്നേറ്റത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ഒട്ടനവധി അത്യധ്വാനമുണ്ട്. അത് നിങ്ങളുടെ മനസ്സിലേക്ക് വരട്ടെ. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് തൊട്ടടുത്ത കസേരയിലേക്ക് മാറിയിരുന്നിട്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി 1 രൂപ കരി തന്നത് ഈ കേരളത്തിന്റെ ചരിത്രമാണ്. 35 കിലോ അരി സൗജന്യമായി തന്നത് ഈ കേരളത്തിന്റെ ചരിത്രമാണ്. കേൾക്കാൻ കഴിയാത്തതിന്റെ പേരിൽ സംസാരിക്കാൻ കഴിയാത്ത കുട്ടികൾക്ക് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് കോക്ലിയർ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ ചെയ്തു കൊടുത്ത മുഖ്യമന്ത്രിയുടെ പേരാണ് ഉമ്മൻചാണ്ടി. കാരുണ്യ ബലവനന്റെ ഫണ്ട് ഉണ്ടാക്കി പാവപ്പെട്ട ക്യാൻസർ രോഗികൾക്കും കിഡ്നി രോഗികൾക്കും അനേകം മനുഷ്യർക്ക് ആശ്വാസമേകിയ മുഖ്യമന്ത്രിയുടെ പേരാണ് ഉമ്മൻചാണ്ടി. 18 വയസ്സ് കഴിഞ്ഞ ആൺകുട്ടിയുള്ളവർക്ക് വിധവാ പെൻഷൻ കിട്ടാത്ത സാഹചര്യം മാറ്റിമറിച്ച് 100 വയസ്സുള്ള ആൺകുട്ടിയുണ്ടെങ്കിലും വിധവാ പെൻഷൻ കൊടുത്തോളണമെന്ന ഓർഡറിട്ട മുഖ്യമന്ത്രിയുടെ പേരാണ് ഉമ്മൻചാണ്ടി. ഒരു പരിപാടിക്ക് വന്ന് തിരിച്ചു പോകുമ്പോൾ പിറകിൽ നിന്ന് ഉമ്മൻചാണ്ടി എന്ന് ഒരു 9ാം ക്ലാസ്സിലെ കുട്ടി വിളിച്ചിട്ട് ഒരാവലാതി പറഞ്ഞപ്പം ആവലാതി പറഞ്ഞ കുട്ടിയുടെ സഹോദരന്, സുഹൃത്തിന്റെ കുടുംബത്തിന് വീട് വെച്ചു കൊടുക്കാൻ സന്നദ്ധത കാണിച്ച മുഖ്യമന്ത്രിയുടെ പേരാണ് ഉമ്മൻചാണ്ടി. എന്റെ പ്രിയപ്പെട്ടവരെ, വിഴിഞ്ഞം, മെട്രോ, സ്മാർട്ട് സിറ്റി, വൻ പദ്ധതികൾ കേരളത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്ത മുഖ്യമന്ത്രിയുടെ പേരാണ് ഉമ്മൻചാണ്ടി. കേരളത്തിലെ ഏറ്റവും മോശമായ അന്തരീക്ഷത്തിലേക്ക് വിദ്യാഭ്യാസപരമായി തകർത്തു തരിപ്പണമാക്കാൻ പലരും ശ്രമിക്കുമ്പം വിദ്യാഭ്യാസപരമായി ഏറ്റവും ഉന്നതമായ നിലവാരത്തിലേക്ക് കൊണ്ടുപോകാൻ പരിശ്രമിച്ച, അതിന് നേതൃത്വം കൊടുത്ത മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് കുട്ടികൾ വിദേശത്ത് പോയി പഠിക്കുന്നതിന് പകരം വിദേശ സർവകലാശാലയുടെ ബ്രാഞ്ച് അല്ലെങ്കിൽ അതിന് സമാനമായ സംവിധാനങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമം നടത്തിയപ്പം അതിനെതിരെ നിന്നവർ നിങ്ങളാണ്. അത് കൊണ്ടുവരാൻ പരിശ്രമിച്ചത് ഉമ്മൻചാണ്ടിയാണ്. ഈ നാടിന്റെ സമഗ്രമായ മാറ്റത്തിന് ഓരോ താലൂക്കിലും, ഓരോ പഞ്ചായത്തിലും ആശുപത്രികളും ഹോമിയോ ക്ലിനിക്കുകളും അനുബന്ധമായ ആയുർവേദിക് സെന്ററുകളും കൊണ്ടുവരാൻ അത്യധ്വാനവും അതിനുവേണ്ടി ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി. ആ ഉമ്മൻചാണ്ടിക്ക് ശേഷം നമ്മൾ കണ്ട മുഖ്യമന്ത്രിയാണ് സഖാവ് പിണറായി വിജയൻ. നിങ്ങൾ കണ്ടില്ലേ, ഏതെങ്കിലും ഒരു കുട്ടി സെൽഫി എടുക്കാൻ വന്നാൽ തട്ടിമാറ്റി പോകും. ഏതെങ്കിലും ഒരമ്മ ഒരു നിവേദനം കൊടുക്കാൻ വന്നാൽ അവരെ പൊഴിച്ചു പറഞ്ഞേക്കും. ആരെങ്കിലും പത്രക്കാർ അവരുടെ ഒരു വിഷ്വൽ എടുക്കാൻ വന്നാൽ കടക്ക് പുറത്തു എന്ന് പറയും. പള്ളിയച്ചന്മാരെ നികൃഷ്ടജീവി എന്ന് പറയും. സ്വന്തം സാമാജികനായി നിയമസഭയിലുള്ള MLA-മാരെ മോശമായ ഭാഷയിൽ അധിക്ഷേപിക്കും. ഞാനൊരു രാജാവാണ്, എന്നോട് ആരും തിരിച്ചു പറയാൻ പാടില്ല, ഞാൻ സർവ്വതും തികഞ്ഞവനാണ് എന്ന ഭാവത്തിൽ ഒരാളെയും ഗൗനിക്കാതെ, ഒരാളെയും ഇടപെടൽ നടത്താൻ കഴിയാതെ ഒറ്റയ്ക്കിങ്ങനെ സഞ്ചരിക്കുന്ന ഒരു മുഖ്യമന്ത്രി. ജനക്കൂട്ടത്തിനിടയിൽ
ജനസമ്പർക്ക പരിപാടി നടത്തി 10,000-കണക്കിന് മനുഷ്യർ വന്ന് ആവലാദികൾ പറഞ്ഞപ്പോൾ, വേവലാദികൾ പറഞ്ഞപ്പോൾ, സങ്കടങ്ങൾ പറഞ്ഞപ്പോൾ, നൊമ്പരങ്ങൾ പങ്കുവെച്ചപ്പം ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യൻ ഇങ്ങനെ ചേർത്തു പിടിച്ചിട്ടുണ്ട്. രോഗികളെ, അശരണരെ, നിരാലംബരെ, പ്രയാസം അനുഭവിക്കുന്നവരെ, സങ്കടം അനുഭവിക്കുന്നവരെ, അവരെ എല്ലാം ചേർത്തു പിടിച്ച് ഉമ്മൻചാണ്ടി ഞാനുണ്ട് നിങ്ങളുടെ കൂടെ എന്ന ഉറപ്പ് കൊടുക്കാൻ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യൻ പൂവ് ചോദിച്ച് ചെന്നവന് പൂന്തോട്ടമാണ് സമ്മാനമായി കൊടുത്തത്. അങ്ങനെയുള്ള മുഖ്യമന്ത്രിമാർ ഈ നാട് ഭരിച്ചിട്ടുണ്ട്. ഇന്ന് ഭരിക്കുന്ന മുഖ്യമന്ത്രി ഒരു ഏകാധിപതിയെ പോലെയാണ്. ഒരു ഏകാധിപതിയുടെ എല്ലാ രൂപങ്ങളും ഈ പിണറായി വിജയൻ കൊണ്ടു നടക്കുകയാണ്. പ്രിയപ്പെട്ട പിണറായിയെ സംവിധാനിച്ചു കൊണ്ട് നടക്കുന്ന CPM-കാരാ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് കേരളമാണ്, പ്രബുദ്ധമായ കേരളമാണ്. നിങ്ങൾക്കുള്ള മരുന്ന് ഈ ജനത കരുതി വെച്ചിട്ടുണ്ട്. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഈ 11-ാം തീയതി നിങ്ങളുടെ അവസാനത്തെ ആണിയടിക്കുന്നതിന് വേണ്ടി ജനം കാത്തിരിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ അഹന്തയ്ക്കും ജനം അതിന്റെ പ്രതിഷേധം രേഖപ്പെടുത്തും. ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരൻ പറയുന്ന ഒരു മുദ്രാവാക്യമുണ്ട്. ആ മുദ്രാവാക്യം ഇങ്ങനെയായിരുന്നു: നിങ്ങളൊന്ന് ബംഗാളിലേക്ക് നോക്കണം, നിങ്ങളൊന്ന് ത്രിപുരയിലേക്ക് നോക്കണം. ബംഗാളിലേക്കും ത്രിപുരയിലേക്കും നോക്കാൻ കഴിയാത്ത കാലത്താണ് കമ്മ്യൂണിസ്റ്റുകാരൻ നമ്മോട് നോക്കാൻ പറഞ്ഞത്. ഇന്നത്തേതുപോലെ സ്മാർട്ട് ഫോണുകളോ ഇന്നത്തെ പോലെ ടെക്നോളജി ഇത്രത്തോളം ഗ്രോത്ത് ആവാത്ത ഒരു കാലത്ത് ഈ പറയപ്പെടുന്ന സഖാക്കൾ പറഞ്ഞതെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ 3.5 പതിറ്റാണ്ട് കാലം ബംഗാൾ ഭരിച്ചപ്പം എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ ആരും ബംഗാളിൽ ചെന്ന് നോക്കണ്ട. നമ്മുടെ പരിസരത്ത് നോക്കിയാൽ മതി. അവിടുത്തെ ബംഗാളി മുഴുവൻ ഇവിടുത്തെ കോൺക്രീറ്റ് പണിക്കുണ്ട്, ഇവിടുത്തെ ഓട നന്നാക്കാനുണ്ട്, ഇവിടുത്തെ ഡ്രൈനേജ് നന്നാക്കാനുണ്ട്. ഇവിടുത്തെ ഏറ്റവും താഴെ ഒരുപക്ഷെ ബംഗാളിലെ ഏരിയ സെക്രട്ടറിയും ലോക്കൽ സെക്രട്ടറിയും ബ്രാഞ്ച് കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയും ബാലുശ്ശേരിയിലെ ഹോട്ടലിൽ പൊറാട്ടയടിക്കാൻ വന്നിട്ടുണ്ട് എന്ന വാർത്ത നമ്മൾ പത്രത്തിലൂടെ കേട്ടിട്ടുണ്ട്. 3.5 പതിറ്റാണ്ട് കാലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിന്റെ ഏറ്റവും വലിയ റിസൾട്ടാണ് ഇന്ന് കാണുന്ന ഈ സാഹചര്യം. 25 കൊല്ലം ത്രിപുര ഭരിച്ചതിന്റെ ഗുണമാണ് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തുടർച്ചയായ ഈ ഭരണം അവരെ അന്ധന്മാരാക്കിയിട്ടുണ്ട്. തുടർച്ചയായ ഭരണം അവരെ പലപ്പോഴും അഹങ്കാരികളാക്കി മാറ്റിയിട്ടുണ്ട്. ചേമഞ്ചേരി പഞ്ചായത്തിന് ഒരു മോചനം ഉണ്ടാവണം. ചേമഞ്ചേരി പഞ്ചായത്തിൽ ഒരു വികസനം ഉണ്ടാവണം. ചേമഞ്ചേരി പഞ്ചായത്തിനെ മനസ്സിലാക്കുന്ന, വികസനത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന നല്ല നായകരുണ്ടാവണം, നല്ല ജനനേതാക്കന്മാരുണ്ടാവണം. ഇവർ കാഴ്ചപ്പാടുകളുള്ള, ഉത്തരവാദിത്വ ബോധമുള്ള, ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ അത് മനോഹരമായി നിർവഹിക്കാൻ കഴിയുന്ന നേതാക്കന്മാർ ഈ പഞ്ചായത്തിൽ ഉണ്ടാവണം. അതിന് പറ്റുന്ന ഒരു ടീമിനെയാണ് ഐക്യ ജനാധിപത്യ മുന്നണി ചേമഞ്ചേരി പഞ്ചായത്തിൽ അവതരിപ്പിക്കുന്നത്. ഞങ്ങൾ അവതരിപ്പിച്ച സ്ഥാനാർത്ഥികളെ നിങ്ങൾ സ്ക്രൂട്ടിനിങ് ചെയ്യണം. ഞങ്ങൾ അവതരിപ്പിച്ച സ്ഥാനാർത്ഥികളെ നിങ്ങൾ കൃത്യമായി പരിശോധിക്കണം. അവർ ഒന്നിനൊന്ന് മെച്ചപ്പെട്ടവരാണ്. അവർ ഓരോരുത്തരും ഈ നാട്ടിലെ ജനങ്ങളുമായി അത്രത്തോളം ഇടപഴകി ജീവിക്കുന്നവരാണ്, പ്രവർത്തിക്കുന്നവരാണ്. രാവും പകലും സാമൂഹ്യ പ്രവർത്തനം കൈമുതലായി കൊണ്ടു നടക്കുന്നവരാണ്. അവർക്ക് നിങ്ങൾ ഒരു അവസരം തന്നാൽ ഞങ്ങൾ വളരെ സ്നേഹത്തോടെ ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളോട് പറയുന്നു, ഒരേ ഒരു അവസരം, ഒരൊറ്റ അവസരം, ഈ അവസരം നിങ്ങൾ ഞങ്ങൾക്ക് തന്നാൽ 5 വർഷം കഴിയുമ്പം നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ തല കുനിച്ചു വന്ന് നിൽക്കില്ല. ഞങ്ങൾ തല ഉയർത്തി വന്ന് 5 വർഷത്തിന് ശേഷം നിങ്ങളോട് സംസാരിക്കും. ഞങ്ങൾ വീണ്ടും നിങ്ങളോട് വോട്ട് ചോദിക്കും. ഒരു സംശയവും അക്കാര്യത്തിൽ നിങ്ങൾക്ക് വേണ്ട. ഈ ഉറപ്പ് മാത്രമാണ് ഞങ്ങൾക്ക് തരാനുള്ളത്. ഞങ്ങൾക്ക് നിങ്ങൾ ഒരു അവസരം നൽകിയാൽ ആ അവസരം പാഴായി പോവില്ല. ഞങ്ങൾ അവതരിപ്പിക്കുന്ന സ്ഥാനാർത്ഥികൾ 21 പേരും വ്യത്യസ്തമായ ചിഹ്നങ്ങളിൽ, വ്യത്യസ്തമായ തലങ്ങളിൽ, വ്യത്യസ്തമായ മേഖലകളിൽ വളരെ വ്യക്തമായി ഈ മത്സരരംഗത്ത് നിറഞ്ഞു നിൽക്കുമ്പം നിങ്ങൾ പിന്തുണയ്ക്കണം, സഹായിക്കണം. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ അവരെ നിങ്ങൾ വിജയിപ്പിക്കണം. ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി സാജിദ് ഗോറോത്തിനെയും നിങ്ങൾ വിജയിപ്പിക്കണം. അങ്ങനെ ഈ ചേമഞ്ചേരി പഞ്ചായത്തിന്റെ സമഗ്രമായ പുരോഗതിക്കും മാറ്റത്തിനും മുന്നേറ്റത്തിനും വേണ്ടി ഈ തെരഞ്ഞെടുപ്പ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വിധിയെഴുതാൻ സാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറാൻ, ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എല്ലാവരും പങ്കാളികളാകുമ്പോൾ ഈ പഞ്ചായത്തിന്റെ ശോചനീയമായ അവസ്ഥ മുന്നിൽ കണ്ട് ഈ ഗവൺമെന്റിന്റെ ജനവിരുദ്ധവും ജനകീയ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായ പല പ്രവർത്തനങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് നിങ്ങളുടെ വോട്ടവകാശം നിങ്ങൾ വിനിയോഗിക്കണം. ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായ സമീപനങ്ങൾക്കെതിരെയുള്ള വോട്ടായി ഈ വോട്ട് മാറണം. കഴിഞ്ഞ ദിവസം ഭീം സിംഗ് എന്ന് പറയുന്ന ഒരു രാജ്യസഭാ MP ഇന്ത്യ രാജ്യത്തിന്റെ രാജ്യസഭയിൽ സംസാരിച്ചത്
മതേതരത്വവും സോഷ്യലിസവും രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്ന് എടുത്തു മാറ്റണമെന്നാണ്. അറിയുക കുട്ടനെ, ഭരണഘടനയിൽ നിന്ന് സോഷ്യലിസവും മതേതരത്വവും എടുത്തു മാറ്റണമെന്ന് പറയുന്നവർ ഇന്ത്യ രാജ്യത്ത് ഇനിയും തുടർന്നാൽ ഈ രാജ്യമില്ല, ഈ രാജ്യത്തിന്റെ ഭരണഘടനയില്ല, ഈ രാജ്യത്തിന്റെ ജനാധിപത്യമില്ല. ഈ രാജ്യത്തിന്റെ ജനാധിപത്യം കാക്കാൻ, ഈ രാജ്യത്തിന്റെ മതേതരത്വം കാക്കാൻ, ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ സംരക്ഷിക്കാൻ, രാജ്യത്തെ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ജനനായകരെ നേതൃത്വത്തിൽ കൊണ്ടുവരാൻ നടക്കുന്ന ഈ ഉജ്ജ്വലമായ പോരാട്ടത്തിൽ നിങ്ങളെല്ലാവരും പങ്കുചേരുക, നിങ്ങളെല്ലാവരും കണ്ണികളാവുക. ഡിസംബർ 11-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വിലപ്പെട്ട സമ്മതിദാവകാശം വിനിയോഗിച്ച് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും ഐക്യ ജനാധിപത്യ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക. 13-ാം തീയതി ഐക്യ ജനാധിപത്യ മുന്നണി ചേമഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ മാറ്റം വരുത്തി അതിന്റെ ഭരണസാരഥ്യം തിരിച്ചുപിടിച്ചു എന്ന നല്ല വാർത്ത കേൾക്കാൻ, സന്തോഷ വാർത്ത കേൾക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. അഭിവാദ്യങ്ങൾ നേരുന്നു, വിടവാങ്ങുന്നു. ജയ് ഭാരത്, ജയ് യു ഡി എഫ്.